കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? മെയിൻലി നമ്മൾ 2 കമ്പാരിസൺ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്ന് പറഞ്ഞു, ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്ന് പറഞ്ഞു. എന്താ ഇംഗ്ലീഷ് ബോണ്ട്? ഇംഗ്ലീഷ് ബോണ്ട് എന്താ? ഓൾട്ടർനേറ്റീവ് കോഴ്സസിലായിരിക്കും ഹെഡറും സ്ട്രക്ചറും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടോ? ഇൻ എവരി കോഴ്സ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ലെയ്ഡ് ഓൾട്ടർനേറ്റീവ്ലി. അതായത് ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും ഓൾട്ടർനേറ്റീവായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ സ്ട്രെങ്ത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് സ്ട്രെങ്ത്ത്? ഇംഗ്ലീഷ് ബോണ്ടിനായിരിക്കും ഫ്ലെമിഷ് ബോണ്ടിന് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കൂടുതൽ? സ്ട്രെങ്ത്ത് കൂടുതൽ. ഫ്ലെമിഷ് ബോണ്ടിന് കുറവായിരിക്കും ഇംഗ്ലീഷ് ബോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അപ്പിയറൻസ് എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട് കാണാൻ അത്രയും സ്മൂത്തായിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കില്ല. എന്തായിരിക്കും? കുറച്ച് റഫായിട്ടുള്ള ഒരു അപ്പിയറൻസിലായിരിക്കും ഇംഗ്ലീഷ് ബോണ്ട് കാണുക. പക്ഷെ ഫ്ലെമിഷ് ബോണ്ട് എന്താണ്? ഒരു ഗുഡ് അപ്പിയറൻസിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഡിസൈൻ വൈസ് നോക്കുമ്പോഴായാലും ഒരു ആർക്കിടെക്ചറലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിലും എന്താണ്? ഫ്ലെമിഷ് ബോണ്ടാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ എന്താണ്? സ്കില്ല്. നമുക്ക് ഇംഗ്ലീഷ് ബോണ്ടിന് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനൊന്നും ആവശ്യമില്ല. അതുപോലെ ഫ്ലെമിഷ് ബോണ്ടിന് എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട് എന്താണ്? കോസ്റ്റ്ലി ആണ്. കാരണം എന്താ? നമ്മൾ ബാറ്റുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, ബ്രിക്ക് ബാറ്റുകൾ യൂസ് ചെയ്യുന്നില്ല. ഫ്ലെമിഷ് ബോണ്ടോ? എക്കണോമിക്കലാണ്. കാരണം നമ്മൾ ബാറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോസറുകളായിട്ട് ബ്രിക്ക് ബാറ്റുകൾ യൂസ് ചെയ്യാം. ഫുൾ ബ്രിക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്തെന്താണ്? മോർട്ടാർ. ഇതാണ് ഇംഗ്ലീഷ് ബോണ്ടിന് കൂടുതൽ മോർട്ടാർ ആവശ്യം വരുന്നുണ്ട്. ഫ്ലെമിഷ് ബോണ്ടിന് എന്താണ്? കൂടുതൽ ജോയിൻസ് വരുമ്പോൾ മാത്രമേ കൂടുതൽ മോർട്ടാർ ആവശ്യം വേണ്ടതുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ കമ്പാരിസൺ പഠിച്ചത് സ്റ്റോൺ മേസൺറിയും ബ്രിക്ക് മേസൺറിയും തമ്മിലുള്ള ഡിഫറൻസാണ് പഠിച്ചത്. സ്റ്റോൺ മേസൺറി എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബ്രിക്ക് മേസൺറി വരാം. ഒന്നില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന കുറച്ച് പോയിന്റുകൾ റാൻഡമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതാണ്, പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. പറഞ്ഞോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. എന്താണ് സ്റ്റോൺ മേസൺറിയിൽ എന്താ വരുന്നത്? ആദ്യം സ്റ്റോൺ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റോൺ ആർ നാച്ചുറൽ മെറ്റീരിയൽ ഒബ്റ്റൈൻഡ് ഫ്രം ക്വാറീസ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിന്നാണ്? ക്വാറിയിങ് ചെയ്തിട്ടാണ് സ്റ്റോൺസിനെ ഉണ്ടാക്കുന്നത്. അതേസമയം ബ്രിക്ക് എന്താണ്? ബ്രിക്സ് ആർ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ. ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയലാണ്. കാരണം ബ്രിക്കിനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മളായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. അതാണ് പറഞ്ഞത്. ബ്രിക്സ് ആർ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ. ഒന്ന് നാച്ചുറൽ മെറ്റീരിയൽ. സ്റ്റോണ് നാച്ചുറൽ മെറ്റീരിയലാണ്. ബ്രിക്ക് എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്വാറിയിങ്ങിൽ പഠിച്ചതാണ് സ്റ്റോണിൻ്റെ ഡ്രസ്സിങ്ങുകൾ. ഒരു 8 ടൈപ്പ് ഡ്രസ്സിങ്ങുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? സ്റ്റോണിന് ഡ്രസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിക്കിനോ ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ബ്രിക്ക് എന്താണ്? നമ്മൾ കറക്റ്റായിട്ട് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ എന്താണ്? ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? സ്റ്റോൺ മേസൺറി എന്താണ്? കുറച്ചും കൂടി സ്ട്രെങ്ത്ത് കൂടുതലാണ്. ബ്രിക്ക് മേസൺറി എന്താണ്? സ്റ്റോൺ മേസൺറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രിക്ക് മേസൺറിക്ക് സ്ട്രെങ്ത്ത് എന്താണ്? കുറവാണ്. അടുത്തെന്താണ്? കൽപ്പണിക്ക്, അതായത് സ്റ്റോൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? റിക്വയർഡ് സ്കിൽ ലേബേഴ്സ് അല്ലെങ്കിൽ സ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അതായത് കല്ലിൻ്റെ പണി മാത്രം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ നമുക്ക് സ്റ്റോണിൻ്റെ വർക്കിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്രിക്കിൽ എന്താണ്? ലെസ് സ്കിൽഡ് ലേബേഴ്സ്. നമുക്ക് അത്രയ്ക്കധികം സ്കില്ലുള്ള ആൾക്കാരെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്?
ലിഫ്റ്റിംഗ് ആൻഡ് ലേയിങ് ഈസ് ഹെവി. എന്താണ്? കല്ലുകൾ എടുത്ത് പൊക്കാനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഹെവിയാണ്. അത് കുറച്ച് സ്റ്റോൺ എന്താണ്? വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത്ത് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചുള്ള എനർജി നമുക്ക് വേണ്ടി വരും. ബ്രിക്കിൻ്റെ കേസിൽ എന്താ പറയുന്നത്? കൺവീനിയൻറ്റ് ഇൻ ലിഫ്റ്റിംഗ് ആൻഡ് ലേയിങ്. എടുക്കാനും നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താണ്? വെയിറ്റ് കുറവാണ്. അത് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പോയിൻ്റ് എന്താ വരുന്നത്? മോർ ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ നീഡഡ്. എന്താണ്? സ്റ്റോൺ മേസൺറിക്ക് എന്താണ്? കൂടുതൽ മോർട്ടാർ ആവശ്യം വരും. അപ്പോൾ ബ്രിക്ക് മേസൺറിൽ എന്തായിരിക്കും? ലെസ് ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാർ നീഡഡ്. നമുക്ക് അത്ര അധികം മോർട്ടാറിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്ത എന്താണ് പോയിന്റ് പറയുന്നത്? മോട്ടാർ ജോയിൻ്റ് ആർ ഇറഗുലർ. ഈ മോട്ടാർ ജോയിൻറ്റ്സ് ഇറഗുലർ ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ മോട്ടാർ ആവശ്യം വരുന്നത്. അപ്പോൾ എന്താണ്? ബ്രിക്കിൻ്റെ കേസിൽ എന്താണ്? മോട്ടാർ ജോയിൻറ്റ്സ് ആർ യൂണിഫോം. എന്താ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെക്റ്റാങ്കുലർ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? മോട്ടാറിൻ്റെ ജോയിൻറ്റ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് കുറച്ച് മാത്രമേ മോട്ടാറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. കൂടുതൽ മോട്ടാറിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്തെന്താണ്? പ്ലാസ്റ്ററിങ് ഈസ് നോട്ട് റിക്വയർഡ്. സ്റ്റോൺ വർക്കിൽ എന്താണ്? പ്ലാസ്റ്ററിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബ്രിക്കിൻ്റെ കേസിൽ എന്താണ്? പ്ലാസ്റ്ററിങ് ഈസ് റിക്വയർഡ്. പ്ലാസ്റ്ററിങ് ആവശ്യമാണ് ബ്രിക്ക് മേസൺറിക്ക്. അടുത്തെന്താണ്? ഫയർ റെസിസ്റ്റൻസ് ലെസ്. എന്താണ്? സ്റ്റോണിൻ്റെ കേസിൽ എന്താ വരുന്നത്? ഫയർ റെസിസ്റ്റൻസ് ലെസ്സാണ്. അതായത് ഫയറിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് സ്റ്റോണിന് എന്താണ്? കുറവാണ്. കാരണം എന്താണ്? സ്റ്റോൺ തന്നെ എന്തുണ്ടാക്കും? ഫയർ ക്രിയേറ്റ് ചെയ്യുന്നൊരു എലമെൻ്റാണ് അല്ലേ? ഈ റോക്ക് അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്റ്റോൺ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഫയറിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സ്റ്റോൺ. അതുകൊണ്ട് തന്നെ ഫയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതേസമയം ബ്രിക്ക് എന്തിനാണ്? ഫയർ റെസിസ്റ്റൻസ് മോർ. സ്റ്റോണിനെ അപേക്ഷിച്ചിട്ട് ബ്രിക്കിന് കുറച്ചും കൂടിയും ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്. അടുത്ത എന്താണ് പോയിന്റ് വരുന്നത്? ലാസ്റ്റ് പോയിന്റ് അല്ല, അതിന് മുന്നത്തെ പോയിന്റ് നോക്കിയാൽ വോൾ തിക്നെസ് മോർ ദാൻ 300 mm. എന്താണ്? വോൾ തിക്നെസ് 300 mm കാട്ടും കൂടുതലായിരിക്കും സ്റ്റോൺ മേസൺറിയുടെ കേസിൽ കേട്ടോ. ബ്രിക്ക് മേസൺറി നമുക്കറിയാലോ ഇതാണ് 100 mm 200 mm. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് കൂടി നോക്കാം. ഓർണമെൻ്റൽ വർക്ക് കോസ്റ്റ്ലി. എന്താണ്? സ്റ്റോണിൻ്റെ ഓർണമെൻ്റൽ വർക്ക്സ് കോസ്റ്റ്ലിയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് മെയിൻലി വരിക ഡ്രസ്സിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനും കുറച്ച് കോസ്റ്റ്ലിയാണ്. അതേസമയം എന്താണ്? ബ്രിക്ക് എന്താണ്? ചീപ്പ് ആൻഡ് ഈസി കൺസ്ട്രക്ട് ഓർണമെൻ്റൽ വർക്ക്സ്. ചീപ്പായിട്ടാണ്, ചീപ്പ് റേറ്റിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൈഡ് ഒന്നില്ലെങ്കിൽ ഒരു സൈഡ് ഫുള്ളും പഠിച്ചു വയ്ക്കാം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക? അപ്പുറത്തെ സൈഡ്. ഒന്നില്ലെങ്കിൽ സ്റ്റോൺ ഫുള്ള് പഠിക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബ്രിക്ക് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ റാൻഡംലി നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കുറച്ച് പോയിന്റുകൾ ഉണ്ടാവും, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പോയിന്റുകൾ. ആ പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക, അപ്പുറത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസും, ഒന്ന് സ്റ്റോൺ മേസൺറിയും ബ്രിക്ക് മേസൺറിയും തമ്മിലുള്ള ഡിഫറൻസും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അതുപോലെ സയൻസിലും ഉണ്ട് എന്താണ് വെയിറ്റും മാസും തമ്മിലുള്ള ഡിഫറൻസ്, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ. അപ്പോൾ അതുപോലെ ഈ കമ്പാരിസണിൽ നമുക്ക് ഒരുവിധം മാർക്ക് കൂടുതൽ, ഒരുവിധം മാർക്ക് എന്നല്ല, നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ 2 കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ 10 മാർക്കായി. നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 5 പോയിൻ്റ് വെച്ച് ഓരോന്നിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് വീഴും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മേസൺറി എന്ന് പറഞ്ഞ പൊസിഷനിൽ പഠിക്കാം കേട്ടോ. അടുത്ത എന്താണ്, നമ്മളൊരു 2 ടൈപ്പ് ബോണ്ടുകൾ പഠിച്ചു. ഇംഗ്ലീഷ് ബോണ്ട് പഠിച്ചു, ഫ്ലെമിഷ് ബോണ്ട് പഠിച്ചു. അതിന് ശേഷം വരുന്നൊരു ബോണ്ടാണ് എന്ത്? റാറ്റ് ട്രാപ്പ് ബോണ്ട്. എന്താണ് റാറ്റ് ട്രാപ്പ് ബോണ്ട്? ഈ 2 പേരും വരാനെന്താ കാരണം? ഫ്ലെമിഷ് എന്താണ്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് എന്താ? അത് വരാനായിട്ടുള്ള കാരണം കൂടുതൽ വർക്ക്
കൂടുതൽ സ്ട്രെങ്ത്ത് കൂടുതലുള്ളത് ഇംഗ്ലീഷ് ബോണ്ടിനാണ്. അതായത് നമ്മുടെ നാട്ടിലല്ല, പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ആദ്യം ഈ മേസൺറി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ആ അതെ. എന്താ ഈ ബോണ്ടുകളും ഈ നമ്മുടെ നാട്ടിലല്ല, ഇതും പുറത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പേരുകൾ വരാനായിട്ടുള്ള കാരണം. ഇപ്പോൾ പറയുമ്പോൾ റാറ്റ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രാപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, ഇങ്ങനൊരു സ്പേസിങ്, അതായത് ട്രാപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് റാറ്റ് എന്ന് പറയുമ്പോൾ എലീനെ ട്രാപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവമല്ല. ഹീറ്റ് അതുപോലെ സൗണ്ട് അതിനെ ട്രാപ്പ് ചെയ്യുക, അതായത് അതിനെ കെണിയിൽ പെടുത്തുന്ന പോലെ. അതായത് ഇങ്ങനൊരു ഇതാണ് എന്തിൽ വരുന്നത്, റാറ്റ് ട്രാപ്പ് ബോണ്ട്. അതായത് അതിൻ്റെ നടുക്ക് ഭാഗം എന്തായിരിക്കും, ഫ്രീ ആയിട്ട് വരുന്ന പോർഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ പുറത്തു നിന്നുള്ള ഹീറ്റ് ഈ വോളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ഈ വോളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ അത് അവിടെ ലോക്കാവും. മനസ്സിലായോ? ആ ഹീറ്റ്, ആ വേക്കൻ്റ് ആയിട്ടുള്ള ഹീറ്റ് ആയാലും സൗണ്ട് ആയാലും എന്താണ്, ആ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ ലോക്കാവാണ് ചെയ്യുക. അതിനെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാനായിട്ടുള്ള ഇത് കുറയും. അതായത് നമ്മൾ വോൾ തിക്നെസ് ആ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്ലംബിങ് അതുപോലെ ഇലക്ട്രിക്കൽ വർക്കിങ്സിന് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ കൂടുതലും ചെയ്യുക പാർട്ടീഷൻ വാൾസിൽ നമ്മൾ ഈ ബ്രിക്കായിട്ടല്ല, ജിപ്സം ബോർഡ്സും യൂസ് ചെയ്യും. ഇതുപോലെ പാർട്ടീഷനായിട്ട് വരുന്ന വോളുകളിൽ കൂടുതൽ സൗണ്ട് പ്രൂഫ് ആവാനും. അതായത് ഞാൻ പറയുന്നത് പാർട്ടീഷൻ വോളുകളില്ലേ, അതിലാണ് കൂടുതൽ ഉപയോഗിക്കുക. അതിൽ ബ്രിക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജിപ്സം ബോർഡുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക. അതായത് കൂടുതൽ ഇലക്ട്രിക്കലിൻ്റെ വരാത്ത പോർഷൻസിലില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ നമ്മൾ പുറത്തുനിന്ന് വയറിങ് ചെയ്ത് കൊടുക്കാമല്ലോ. നമുക്ക് വോള് കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വോൾസൊക്കെ നമ്മൾ കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ലിൻഡലിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അതെന്താണ്, സ്ട്രെങ്ത്ത് വളരെ കുറയ്ക്കുകയാണ് ചെയ്യുക, നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ വോളുകളാവുമ്പോൾ പുറത്തേക്കായിരിക്കും എന്തുണ്ടായിരിക്കുക, ഇലക്ട്രിക്കലിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. അതൊരു പഴയൊരു വേർഷനില്ലേ പുറത്തേക്ക്, അതായത് ഒരു PVC പൈപ്പ് പോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ. അങ്ങനത്തെ രീതിയൊക്കെ ഇങ്ങനത്തെ വോളുകളാണെങ്കിൽ പ്രിഫർ ചെയ്യാം. ഇതിൽ തന്നെ നമ്മളെ ഒരു കാര്യം കൂടിയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലില്ലേ, ഈ വേക്കൻ്റ് ആയിട്ട് വരുന്ന സ്പേസിൻ്റെ ഉള്ളിലില്ലേ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഒരു ക്യാവിറ്റി വോൾ എന്ന് പറയുക ഇതിനെ. എന്താണ് ഒരു ക്യാവിറ്റി സ്പേസിങ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഈ സ്പേസിങ്ങിനെയാണ് നമ്മൾ ക്യാവിറ്റി എന്ന് പറയുക. മനസ്സിലായി? അതായത് ഈ ഗ്യാപ്പ് ഉള്ളിൽ വരുന്നില്ലേ, ഇതിനെ നമ്മൾ ക്യാവിറ്റി എന്ന് പറയുക. ഈ സ്പേസിങ്ങിനെ ക്യാവിറ്റി. ഈ ക്യാവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, ചില സിറ്റുവേഷനിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ റെയിൻഫോഴ്സ്ഡ് മേസൺറി, അതായത് റെയിൻഫോഴ്സ്ഡ് മേസൺറി ചെയ്യുക ഇതിൽ. അതായത് സ്റ്റീലും കോൺക്രീറ്റും കൂടി എന്ത് ചെയ്യും, ഈ ഗ്യാപ്പില്ലേ, ഈ ക്യാവിറ്റിയില്ലേ, ഈ ക്യാവിറ്റിയിൽ സ്റ്റീലും അതിനോടൊപ്പം കോൺക്രീറ്റും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടുതൽ സ്ട്രെങ്ത് ആവാനായിട്ട്. അങ്ങനെ ഇല്ല, അതിനു വേണ്ടി മാത്രം ഇല്ല. അതായത് ഞാൻ പറഞ്ഞത് ആ റാറ്റ് ട്രാപ്പിൻ്റെ ഒരു മീനിങ് പോലെ പറഞ്ഞത്. അതായത് സൗണ്ട് ആണെങ്കിലും ഹീറ്റ് ആണെങ്കിലും ഉള്ളിൽ ട്രാപ്പായി പോകണു എന്നുള്ളത്. അതിനു വേണ്ടി മാത്രമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, റെയിൻഫോഴ്സ്ഡ് മേസൺറി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് സ്റ്റീലും കോൺക്രീറ്റും ഒപ്പം ബ്രിക്കും വരുന്നതാണ് റെയിൻഫോഴ്സ്ഡ് മേസൺറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്യാവിറ്റിയിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, അതുപോലെ തന്നെ കോൺക്രീറ്റും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും കൂടുതൽ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട്. ആ കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും ഒക്കെ ചെയ്യാം.
നോക്കിയേ, ഇതാണ് ഫിഗർ വരുന്നത്. നോക്കിയേ, റാറ്റ് ട്രാപ്പ് ബോണ്ട്. റാറ്റ് ട്രാപ്പ് ബോണ്ട് ഈസ് എ ബ്രിക്ക് മേസൺറി ടെക്നിക് വേർ ബ്രിക്സ് ആർ ലെയ്ഡ് വേർട്ടിക്കലി ക്രിയേറ്റിംഗ് എ കേവിറ്റി വിത്തിൻ ദി വാൾസ്. എന്താണ്? വേർട്ടിക്കലി നമ്മൾ ബ്രിക്കുകൾ വെച്ച് കൊടുക്കണു, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു കാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സ്പേസിനെയാണ് പറഞ്ഞത് എന്താണ്? കാവിറ്റി എന്ന് പറയാം. എന്താ പറയുക? കാവിറ്റി. ക്ലിയർ അല്ലേ? കാവിറ്റി എന്ന് പറയുന്നത് വിത്തിൻ ദി വാൾ. അതായത് വലിയ ബ്രിക്കാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ 20 സെന്റിമീറ്റർ ആണെങ്കിൽ, അതായത് 200 mm ആണെങ്കിൽ 10 mm ഉണ്ടായിരിക്കും തിക്നെസ്. 10 കിട്ടോ? ആ, 10 ആണ് സ്റ്റാൻഡേർഡ് സൈസ്. 10 ആണ് സ്റ്റാൻഡേർഡ് സൈസ്. 10 ആണ്. 10 അല്ല, 19/9/9 അങ്ങനെയാണ് വരിക. നമ്മൾ മോട്ടാറിൻ്റെ തിക്നെസ് അടക്കമാണ് പറയുക 20/10/10 എന്ന് പറയാം സ്റ്റാൻഡേർഡ് സൈസ് ബ്രിക്കിൻ്റെ. 10/10 ആണെങ്കിൽ ഒട്ടും കിട്ടില്ല. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ്. അതിൽ കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കേ, തിക്നെസ് കുറഞ്ഞാലല്ലേ ഈ കാവിറ്റി കിട്ടുള്ളൂ. അതായത് ഇതിൽ നോക്കിയേ, ബ്രിക്കുകളുടെ ഇത് കൂടുതലുണ്ട്. ഇത് സൈസ് കൂടുതലാണ്. ആ, കൂടുതലാണ്. അതുപോലെ കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്പേസിങ് വരണം നമുക്ക്. ഇപ്പോൾ സതീശൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ലെങ്ത് 20 ആണ് വരുന്നത്. ബ്രിക്കിൻ്റെ ഈ തിക്നെസ് എന്ന് പറയുന്നത് 10. അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ആ, ഇത് പക്ഷേ വലിപ്പം കൂടുതലുണ്ട്. വലിപ്പം കൂടുതലുള്ള ബ്രിക്കുകളാണ്. നോർമൽ ഇതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ എന്താ നോക്കിയേ, ഈ ഒരു ഹൈറ്റ് തന്നെ നോക്കിയേ, അതുപോലെ ഈ ലെങ്ത്തും. നോർമലി നമ്മൾ കാണുന്ന ഇഷ്ടികേരി അല്ലല്ലോ. ഇതൊന്നും നോർമലി ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ പാർട്ടീഷൻ വോളുകൾക്കൊക്കെയാണ് ചെയ്യുക. നമുക്ക് ഈ സൗണ്ട് പ്രൂഫൊക്കെ വേണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആണ് കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് പാർട്ടീഷൻ വാളുകൾക്ക്. വിച്ച് റെഡ്യൂസസ് മെറ്റീരിയൽ യൂസേജ് ആൻഡ് ഇംപ്രൂവ് തെർമൽ എഫിഷ്യൻസി കമ്പയർഡ് ടു ട്രഡീഷണൽ ഇംഗ്ലീഷ് ബോണ്ട് ഓർ ഫ്ലെമിഷ് ബോണ്ട്. എന്താണ് ഈ പറഞ്ഞൊരു പോയിൻ്റാണ്. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. എന്താണ്? തെർമൽ എഫിഷ്യൻസി. അതായത് എന്താണ്? പുറത്തുനിന്നുള്ള ചൂട് അതകത്തേക്ക് കടക്കാനായിട്ടുള്ള അത് കുറവായിരിക്കും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറവായിരിക്കും. ആ ഗ്യാപ്പിലുള്ള കാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറവായിരിക്കും കമ്പയർഡ് ടു ട്രഡീഷണൽ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടിനെ അപേക്ഷിച്ച്. എന്താണ്? ഇത് പോയോ? സ്ക്രീൻ പോയോ? ഇംഗ്ലീഷ് ബോണ്ടിനെയും ഫ്ലെമിഷ് ബോണ്ടിനെ അപേക്ഷിച്ച് എന്താണ്? ഒരു മിനിറ്റ്. ഇംഗ്ലീഷ് ബോണ്ടിനെയും ഫ്ലെമിഷ് ബോണ്ടിനെ അപേക്ഷിച്ച് എന്താണ്? തെർമൽ എഫിഷ്യൻസി, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണത് കുറവായിരിക്കും. ഇനി നമുക്കൊരു കാവിറ്റി വോൾ എന്ന് പറയാം. ഈ കാവിറ്റി സ്പേസിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ റെയിൻഫോഴ്സ്ഡ് മേസൺറി ആയിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വോളിൻ്റെ തിക്നെസ് അല്ല വോളിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടോ? ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇടയിലുള്ള സ്പേസിങ്.
അതിനാണ് ഈ 2 രീതിയിൽ ബ്രിക്ക് കാണിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ആ സ്പേസിങ് വരുന്നത്. കണ്ടോ, ഈ സ്പേസിങ്ങിലാണ്. ഇതുപോലെ ക്യാവിറ്റി വരുന്ന സ്പേസിങ്ങൾ കേട്ടോ. അപ്പോൾ ഈ 3 ടൈപ്പ് ബോണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് റാറ്റ് ട്രാപ്പ്. റാറ്റ് ട്രാപ്പ് അങ്ങനെ അധികം കോമൺലി ചോദിച്ച് കാണാറില്ല. പക്ഷെ നിങ്ങളുടെ സിലബസിലുള്ളത് കൊണ്ട് അതെന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തോന്നുള്ളൂ. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടാണ് ചോദിക്കാറുള്ളത്. അത് തമ്മിലുള്ള ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത എന്താണ്? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബ്രിക്സ്. നമ്മൾ മേസൺറിക്ക് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ബ്രിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫുൾ ബ്രിക്ക് അല്ലാതെ നമ്മൾ ഏതൊക്കെ ബ്രിക്കുകൾ യൂസ് ചെയ്യും? ഫുൾ ബ്രിക്ക് അല്ലാതെ ഏതൊക്കെ ബ്രിക്കുകൾ നമ്മൾ യൂസ് ചെയ്യും? നമ്മൾ പറഞ്ഞതാണ് ക്ലോസറുകൾ. ക്ലോസറുകൾ എന്താ? ഒരു കോഴ്സിനെ, ഓഡ് കോഴ്സ് ആയിക്കോട്ടെ ഈവൻ കോഴ്സ് ആയിക്കോട്ടെ, ആ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ പീസിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുക. പലതരത്തിലുള്ള ക്ലോസറുകളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നോക്കുക, ക്ലോസർ എന്താണ്? എ പീസ് ഓഫ് ബ്രിക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്ലോസ് അപ്പ് ദി ബോണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ബ്രിക്ക് കോഴ്സ്. ഒരു ബ്രിക്ക് കോഴ്സിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഫുൾ ബ്രിക്കിൻ്റെ ആവശ്യം വേണമെന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ലാപ്പ് ജോയിൻറ്റ് വരാനായിട്ടും ആ കോഴ്സ് ഫില്ല് ചെയ്യാനായിട്ടും നമുക്ക് എന്താണ്, ചെറിയ പീസ് ഓഫ് ബ്രിക്കിൻ്റെ ആവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ബ്രിക്കിൻ്റെ പീസ് മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ. അത്തരത്തിൽ നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ബ്രിക്കിൻ്റെ പീസിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുക. ഫിഗറുകൾ കാണിച്ചു തന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കുക, കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രിക്കുകളെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുക. ഒന്നുമില്ല, ആ ഒരു കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കോഴ്സിനെ ക്ലോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ പീസിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? അത് ഏത് പീസ് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ നമുക്ക് ലെങ്ത് വൈസ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിഡ്ത്ത് വൈസ് കട്ട് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ബ്രിക്കുകളെ കട്ട് ചെയ്തെടുക്കാം. ഫുൾ ബ്രിക്ക് കട്ടകളെ നമുക്ക് വേണ്ട ഷേപ്പിലാക്കി മാറ്റാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബ്രിക്ക് മേസൺറി ചെയ്യുന്ന സമയത്ത് ആ ട്രവൽ വെച്ചിട്ട് അവരിങ്ങനെ ഒന്ന് കട്ട് ചെയ്യും ബ്രിക്കിനെ. ഇഷ്ടികയൊക്കെ ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യും. കണ്ടിട്ടുള്ളതാണല്ലോ, കണ്ടിട്ടുള്ളതല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ അത്, ക്ലോസറുകൾ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അടുത്ത എന്താണ്? ക്യൂൻ ക്ലോസർ. എന്താണ് ക്യൂൻ ക്ലോസർ? ക്യൂൻ ക്ലോസർ എന്താ പറയുന്നത്? കട്ടിങ് ദി ബ്രിക്ക് ലോഞ്ചിറ്റ്യൂഡിനലി ഇൻ 2 ഈക്വൽ പാർട്സ്. ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്ത് ആ ബ്രിക്കിനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക. അത്തരത്തിൽ അങ്ങനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയതിൽ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ഒരു പീസിനെയാണ് നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയുക. എന്താണ് ക്യൂൻ ക്ലോസർ? നിങ്ങൾക്ക് 1 വേർഡിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ചോദിക്കുക? കട്ടിങ് ദി ബ്രിക്ക് ലോഞ്ചിറ്റ്യൂഡിനലി ഇൻ 2 ഈക്വൽ പാർട്സ്. അത് ഏത് തരം ക്ലോസർ ആണെന്ന് ചോദിക്കാം, ഏത് തരം ബ്രിക്ക് ആണെന്ന് ചോദിക്കാം. അങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്ത് ഒരു ബ്രിക്കിനെ 2 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ അത്തരം ബ്രിക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യൂൻ ക്ലോസർ. ക്ലിയർ ആണല്ലോ? ലോഞ്ചിറ്റ്യൂഡിനലി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ലെങ്ത് വൈസ് കട്ട് ചെയ്യുക, അതിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലെങ്ത് പോർഷന് പാരലലായിട്ട് കട്ട് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനലി പറയുമ്പോൾ അതിങ്ങനെ കണക്റ്റ് ആവാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തന്നത് എന്താണ്? ലെങ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറയാം? ലെങ്ത്തിന് പാരലലായിട്ട് കട്ട് ചെയ്യുക എന്ന് പറയാം. നമുക്കറിയാം ഇതാണ് ലെങ്ത് പോർഷൻ അല്ലേ, ഇതിന് പാരലലായിട്ട് കട്ട് ചെയ്യുക. കണ്ടോ? കറക്റ്റായിട്ട് ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് ക്ലിയർ അല്ല? അത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ കട്ട് ചെയ്തത് മനസ്സിലാവാത്തവരുണ്ടോ? ക്ലിയർ ആണല്ലോ ക്യൂൻ ക്ലോസർ?
ക്യൂൻ ക്ലോസർ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. നോക്കിയേ, ഇതിൽ വെച്ചിട്ടുള്ളത് ക്യൂൻ ക്ലോസർ ആണ്. കണ്ടോ, ഈ കട്ടിക്ക് ഈ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ക്യൂൻ ക്ലോസർ ആണ്. കണ്ടോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതെ, ക്യൂൻ ക്ലോസർ ആണ്. അത് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ ചെയ്യാനുണ്ട്. ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും ഒക്കെ വരയ്ക്കാനുണ്ട്. 1 ബ്രിക്ക് വാള്, 1.5 ബ്രിക്ക് വാള്, 2 ബ്രിക്ക് വാള്. അത് നിങ്ങൾക്ക് മേസൺട്രിയിൽ ശരിക്കും മേസൺട്രിയിൽ ഷീറ്റിൽ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ക്യൂൻ ക്ലോസറും നമ്മൾ മെയിൻലി ക്യൂൻ ക്ലോസറും ബാറ്റുകളാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിക്കുക. സ്പെഷ്യൽ ടൈപ്സിൽ ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം അവർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ടിലായാലും ഫ്ലെമിഷ് ബോണ്ടിലായാലും നമ്മൾ ക്യൂൻ ക്ലോസറുകളായാലും കിങ് ക്ലോസർ ആയാലും ബാറ്റുകളായാലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിലും ഫ്ലെമിഷ് ബോണ്ടിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബാറ്റുകളും ക്ലോസറുകളും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. സ്പെഷ്യൽ ടൈപ്സ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ടോപ്പിക്ക് ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് എന്ത് ക്യൂൻ ക്ലോസർ. ഒരു ബ്രിക്കിനെ അതിൻ്റെ ലെങ്ത്തിന് പാരലായിട്ട് കട്ട് ചെയ്ത് 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. അതിലൊരു പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യൂൻ ക്ലോസർ എന്ന് പറയുക. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കിയേ, ക്യൂൻ ക്ലോസർ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ക്യൂൻ ഉണ്ടെങ്കിൽ കിങ്ങും ഉണ്ടായിരിക്കും. എന്താണ് കിങ് ക്ലോസർ? കിങ് ക്ലോസർ എന്താണ്? കിങ് ക്ലോസർ വായിച്ചേ. കട്ടിങ് എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ബ്രിക്ക്. എന്താണ്? ഒരു ട്രയാങ്കുലർ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ബ്രിക്ക്, സച്ച് ദാറ്റ് ഹാഫ് ഓഫ് എ ഹെഡർ ആൻഡ് ഹാഫ് ഓഫ് എ സ്ട്രക്ചർ ആർ ഒബ്റ്റെയിൻഡ് ഓൺ ദി അഡ്ജോയിനിങ് കട്ട് ഫേസ്. എന്താണ്? ലെങ്ത്തിൻ്റെ ഹാഫും അതുപോലെ തന്നെ വിഡ്ത്തിൻ്റെ ഹാഫും നമ്മൾ എന്ത് ചെയ്യാണ്? പകുതിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ എന്താ ചെയ്യാണ്? റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ പറഞ്ഞു ലെങ്ത് വൈസ് കട്ട് ചെയ്ത് ലോഞ്ചിറ്റ്യൂഡിൽ കട്ട് ചെയ്ത് 2 ഈക്വൽ പാർട്സ് ആക്കണം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ലെങ്ത്തിൻ്റെ ഹാഫിൽ നിന്നും അതുപോലെ വിഡ്ത്തിൻ്റെ ഹാഫിൽ നിന്നും, അതായത് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യാണ്. ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും പകുതി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാണ്. ക്ലിയർ ആയോ? ഇതാണ് ലെങ്ത്തിൻ്റെ പകുതി. ഇതാണ് എന്ത്? വിഡ്ത്തിൻ്റെ പകുതി എന്ന് പറയുന്ന പോർഷൻ. ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാണ്? ഒരു ലൈൻ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പോർഷൻ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? കളയാണ് ചെയ്യുക. എന്താണ്? കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഒരു കോർണർ പോർഷൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതായത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു കോർണർ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആക്കാനായിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്തൂടെ? അതായത് ഇങ്ങനെയായിരിക്കും ഒരു ബ്രിക്കിൻ്റെ കോർണർ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് ഇങ്ങനെ വേറൊരു കർവ് ഫേസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തരം ക്ലോസറുകൾ യൂസ് ചെയ്യാം. ആ, ക്ലിയർ ആയോ? ക്യൂൻ ക്ലോസർ എന്താണെന്ന് നോക്കുക. ലോഞ്ചിറ്റ്യൂഡിൽ കട്ട് ചെയ്ത് 2 ഈക്വൽ പാർട്സ് ആക്കണു. കിങ് ക്ലോസർ എന്ത് വന്നു? ലെങ്ത്തിൽ നിന്നും പകുതി എടുക്കുന്നു, വിഡ്ത്തിൽ നിന്നും പകുതി എടുക്കുന്നു. മാർക്ക് ചെയ്തൊരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ചിലപ്പോൾ ഈ ഫിഗർ കാണിച്ചിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞിട്ടായിരിക്കും ഏത് ബ്രിക്കാന്ന് ചോദിക്കുക. നിങ്ങൾക്ക് 1 വേർഡുകൾ ഉണ്ടല്ലോ, 20 മാർക്സ് 1 വേർഡുകളാണല്ലോ. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള
ക്വസ്റ്റ്യനിൽ പെടുന്നതാണ് കേട്ടോ ഇത്. ക്ലിയർ ആണല്ലോ ക്യൂൻ ക്ലോസറും കിങ് ക്ലോസറും? അടുത്ത് നോക്കാം. അടുത്ത് നോക്കിയേ, ബിവെൽഡ് ക്ലോസർ. എന്താണ് ബിവെൽഡ് ക്ലോസർ? ഇതെന്താ ചെയ്യുന്നത്? ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. നോക്കുക, എന്താണ് കട്ടിങ് എ ട്രയാങ്കുലർ പോർഷൻ. എന്താണ് ഒരു ട്രയാങ്കുലർ പോർഷൻ തന്നെ കട്ട് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഓഫ് ഹാഫ് ഓഫ് ദി വിഡ്ത്ത് ബട്ട് ഓഫ് ഫുൾ ലെങ്ത്. എന്താ പറയുന്നത്? ഹാഫ് ഓഫ് ദി വിഡ്ത്തിൻ്റെ ഹാഫ് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ലെങ്ത്തിൻ്റെ ഹാഫ് കട്ട് ചെയ്യാതെ ഫുൾ ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കട്ട് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഇതിൻ്റെ കോർണറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഫുൾ ലെങ്ത് കിട്ടി അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കും കൊടുക്കാം. ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും കൊടുക്കാം. എന്നാലും സെയിം ആണ് കിട്ടുക അല്ലേ? ആണല്ലോ അല്ലേ? ആ, നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്ക്, അത് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് കൊടുക്കാം. അപ്പുറത്തെ കോർണറിലേക്ക് കൊടുത്താൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ലെങ്ത് കിട്ടും ഇല്ലേ? ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ലെങ്ത് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഫുൾ ലെങ്ത് വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയണോ? ഇവിടെ നോക്കിയാൽ അങ്ങനെയും നമുക്ക് പറയാം. എന്താണ് ഇവിടെ വിഡ്ത്തിൻ്റെ ഹാഫ് പിടിച്ചു, ഇവിടെ നോക്കിയാൽ ഫുൾ ലെങ്ത്ത് കട്ട് ചെയ്ത് കളയാണ്. അതായത് ലെങ്ത്തിൻ്റെ ഹാഫോ മിഡിൽ പോർഷനോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ആയിട്ടുള്ള ഫേസോ 3/4 ആയിട്ടുള്ള ഫേസോ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. കറക്റ്റ് ഫുൾ ലെങ്ത്ത് വരുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് മാറ്റാണ്. ഓക്കെ, കിങ് ക്ലോസർ നമ്മൾ പറഞ്ഞു വിഡ്ത്തിൻ്റെ ഹാഫും ലെങ്ത്തിൻ്റെ ഹാഫും ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്താണ് വിഡ്ത്തിൻ്റെ ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. ലെങ്ത്തിൻ്റെ നമ്മൾ എന്തെടുക്കുകയാണ്? ഫുൾ ലെങ്ത്ത് വരുന്ന രീതിയിൽ ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷനും നമുക്ക് ബാക്കി വരുന്ന പോർഷനും. അടുത്ത നോക്കിയേ, മിഡ്രൈഡ് ക്ലോസർ. എന്താ പറയുന്നത്? മിഡ്രൈഡ് ക്ലോസർ എന്താണ്? കട്ടിങ് എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ദി ബ്രിക്ക് ത്രൂ ഇറ്റ്സ് വിഡ്ത്ത് ആൻഡ് ആംഗിൾ ഓഫ് 45 to 60 വിത്ത് ദി ലെങ്ത് ഓഫ് ദി ബ്രിക്ക്. എന്താണ് പറയുന്നത്? ഇത് നമ്മളൊരു ആംഗിളിലാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ നിന്ന് നമ്മൾ എത്രയാണ്? 45 to 60 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യാണ്? ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് ട്രയാങ്കുലർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എത്രയാണ്? 45 to 60. അത് നമ്മുടെ ഏത് സൈസിൽ വേണം അല്ലെങ്കിൽ എത്രത്തോളം ബ്രിക്ക് വേണമെന്നനുസരിച്ച് അതിൽ ചേഞ്ച് വരും. 45 തൊട്ട് 60 വരെ. ലെങ്ത്തിൽ നിന്ന് എത്രയാണ്? 45 തൊട്ട് 60 വരെ ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്ത ഒരു ട്രയാങ്കുലർ പോർഷൻ റിമൂവ് ചെയ്യാണ്. നോട്ട് ചെയ്യുക, ട്രയാങ്കുലർ പോർഷൻ ഓഫ് ബ്രിക്ക്. ഇറ്റ്സ് വിഡ്ത്ത് ആൻഡ് ആംഗിൾ ഓഫ് 45 degree to 60 വിത്ത് ദി ലെങ്ത് ഓഫ് ദി ബ്രിക്ക്. ക്ലിയർ ആണോ? ടഫാവുന്നുണ്ടോ? ഓർത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ ഇപ്പം എന്താണ് വരുന്നത്? 45 to 60 ഡിഗ്രിയിൽ നമ്മൾ ആംഗിൾ മേക്ക് ചെയ്ത് ഒരു ട്രയാങ്കുലർ പോർഷൻ റിമൂവ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക? മിഡ്രൈഡ് ക്ലോസർ എന്ന് പറയാം.
അടുത്തൊന്ന് നോക്കിയേ, ഹാഫ് ബാറ്റ്. എന്താണ് ഹാഫ് ബാറ്റ്? ഇനിയാണ് നമ്മൾ ബാറ്റുകളെ കുറിച്ച് പഠിക്കുന്നത്. ഹാഫ് ബാറ്റ്. എന്താ ഹാഫ് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പകുതി അല്ലേ, പകുതിയാക്കുക. ഇതിനെങ്ങനെ പകുതിയാക്കിയിട്ടുള്ളത്? നമ്മൾ ലെങ്ത് വൈസ് കട്ട് ചെയ്ത് പകുതിയാക്കണതിനെ ക്യൂൻ ക്ലോസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബാറ്റ് എന്തായിരിക്കും? ബാറ്റ് എന്തായിരിക്കും? എക്രോസ് ലെങ്ത്, അതായത് ലെങ്ത്തിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യുക. അതാണ് എക്രോസ് ലെങ്ത്. ലെങ്ത്തിനെ ക്രോസ്, ഇതാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ ലെങ്ത്തിനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുക. കണ്ടോ, ലെങ്ത്തിനെ ക്രോസ് ചെയ്തിട്ടല്ലേ കട്ട് ചെയ്യുന്നത്? ലെങ്ത്തിനെ ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. നോക്കിയേ, ദ പോർഷൻ മെയ്ഡ് ബൈ കട്ടിങ് ദി സ്റ്റാൻഡേർഡ് ബ്രിക്ക് അക്രോസ് ദെയർ ലെങ്ത്. എന്താണ് ലെങ്ത്തിനെ അക്രോസ് ആയിട്ട് കട്ട് ചെയ്യണതിനാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുക. ഹാഫ് ആയിട്ടാണെങ്കിൽ എന്താണ് ഹാഫ് ബാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ക്വാർട്ടർ ബാറ്റ്. എന്താ ക്വാർട്ടർ മീനിങ്? ക്വാർട്ടർ എന്താണ് 1/4 അല്ലേ? 1/4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പകുതിയിലായിരിക്കില്ലേ കട്ട് ചെയ്യുക? എന്തായിരിക്കും? കാൽ ഭാഗമായിരിക്കും കട്ട് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും? ഇതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ? ഇവിടെ ആയിരിക്കും നമുക്ക് കട്ടിങ് വരിക, ഈ ഒരു പോർഷൻ. മനസ്സിലായോ? ഇത് കറക്റ്റ് എന്താണ് ഹാഫാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ക്വാർട്ടർ ബാറ്റ്. അതായത് കാൽ ഭാഗത്തിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രിക്കിനെ 4 മാറ്റിയിട്ട് അതിലൊരു ഭാഗമാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറയും? ക്വാർട്ടർ ബാറ്റ് അല്ലെങ്കിൽ 1/4 ബാറ്റ്. രണ്ടും മീനിങ് ഒന്നാണ്. ഒന്നിനെ നമ്മൾ നമ്പർ ഇട്ടിട്ട് കാണിക്കുന്നു, ഒന്നിനെ നമ്മൾ ഒരു ടെക്നിക്കൽ വേർഡായിട്ട് പറയുന്നു. 1/4 ബാറ്റ് അല്ലെങ്കിൽ ക്വാർട്ടർ ബാറ്റ്. ക്ലിയർ ആണല്ലോ? കാൽ ഭാഗമാണെങ്കിൽ 1/4 ബാറ്റ് അല്ലെങ്കിൽ ക്വാർട്ടർ ബാറ്റ് എന്ന് പറയും. അടുത്ത എന്താണ് ഹാഫ് ബാറ്റ്? ഹാഫ് ബാറ്റ് നമ്മൾ പറഞ്ഞു പകുതിയാക്കാം അല്ലേ? കറക്റ്റ് എന്താണ് ലെങ്ത്തിന് അക്രോസ് ആയി കട്ട് ചെയ്ത് 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഹാഫ് ബാറ്റ്. എന്താ പറയുക? ഹാഫ് ബാറ്റ് അല്ലെങ്കിൽ 1/2 ബ്രിക്ക് ബാറ്റ് കേട്ടോ. 1/2 ബ്രിക്ക് ബാറ്റ്. അടുത്ത എന്താണ് 3 ക്വാർട്ടർ. 3 ക്വാർട്ടറുകൾ വരുന്നുണ്ടല്ലേ? 3 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 ക്വാർട്ടറുകൾ ചേർന്നാൽ എന്താണ്? അല്ലെങ്കിൽ 3 ക്വാർട്ടറുകളാവുമ്പോൾ 3/4 ബ്രിക്ക് ബാറ്റ്. 3/4 ബ്രിക്ക് ബാറ്റ്. 3 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ആവും. ഒരു ക്വാർട്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ക്വാർട്ടറുകളാവും അല്ലേ? ക്ലിയർ അല്ലേ? ക്വാർട്ടർ ബാറ്റ് ഉണ്ട്, ഹാഫ് ബാറ്റ് ഉണ്ട്, 3 ക്വാർട്ടർ ബാറ്റ് ഉണ്ട്. ബാറ്റുകളിൽ തന്നെ കേട്ടോ. അടുത്ത എന്താണ് വരുന്നത്? ബുൾനോസ്. എന്താണ് ബുൾനോസ്? എന്താണ് ഇങ്ങനെ ഒരു കർവ്ഡ് പോർഷൻ വരാം, ഒരു സൈഡ് ലൈനിൽ ഒരു കർവായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോർണറുകൾ എന്താണ് ആ കോർണറായിട്ട് നിൽക്കാതെ ആ മെയ്സ് സെൻറ്ററിക്ക് എന്താണ് ഒരു കർവ്ഡ് സർഫസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബ്രിക്കുകൾ നമ്മൾ കൊടുക്കുക. എന്താണ് ബ്രിക്ക് മോൾഡഡ് വിത്ത് എ റൗണ്ടഡ് ആംഗിൾ. ഒരു റൗണ്ടഡ് ആംഗിളിൽ ഈ റൗണ്ട് ഫേസിൽ എന്ത് ചെയ്യാണ്? മോൾഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചെത്തി കളയുന്നതൊക്കെ കണ്ടല്ലോ. ബ്രിക്ക് കൊണ്ട് നമ്മളൊരു എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെയ്സണറി വർക്ക് ചെയ്തതിന് ഒരു പില്ലറോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ചെത്തി ഒതുക്കി റൗണ്ട് ഷേപ്പിലാക്കണം. കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ബുൾനോസ് ബ്രിക്കുകൾ യൂസ് ചെയ്യാം. ഓക്കെ. അടുത്തതാണ് എന്ത്? ബിവൽഡ് ബാറ്റ്. ഇതും കൂടി ഉള്ളൂ കേട്ടോ സ്പെഷ്യൽ ടൈപ്സിൽ വരുന്ന ബിവൽഡ് ബാറ്റ്. നമ്മൾ ബിവൽഡ് ക്ലോസർ പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് എന്ത് ബാറ്റ് വരുന്നത്. ബാറ്റുകൾ എപ്പോഴും എന്തായിരിക്കും?
ലെങ്ത്തിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും? ബാറ്റുകൾ എപ്പോഴും നമ്മൾ എന്തായിരിക്കും ലെങ്ത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ബാറ്റുകൾ കിട്ടുക. ഓക്കെ, അത് മറക്കാതെ ഓർത്ത് വയ്ക്കുക. എന്താണ്? ദ പോർഷൻ കട്ട് 3/4 ഓഫ് ലെങ്ത് ഓഫ് ബ്രിക്ക് വൺ സൈഡ് ആൻഡ് 1/2 ഓഫ് ദി ലെങ്ത് ഓൺ അതർ സൈഡ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ പകുതിയാണ് കട്ട് ചെയ്യണതെന്ന് വെച്ചാൽ ലെങ്ത്തിന് അക്രോസ് ആയിട്ട്, അപ്പുറത്തെ സൈഡിൽ എന്താണ് 3/4. ഇവിടെ 1/2 ആണ്, ഇവിടെ എന്താണ് 3/4. കണ്ടോ? ഒരു സൈഡിൽ പകുതിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, മറ്റേ സൈഡിൽ എന്താണ് 3/4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3/4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത്തരം ബാറ്റുകളെ അല്ലെങ്കിൽ അത്തരം ബ്രിക്കുകളെ നമ്മൾ ബിവൽഡ് ബാറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു 8 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലോസർ ആണ്, അതല്ലാതെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു 7 ടൈപ്പാണ്. ഏതൊക്കെയാണ്? ക്യൂൻ ക്ലോസർ, നമ്മൾ പറഞ്ഞു ലെങ്ത്തിന് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യാണെന്ന് പറഞ്ഞു. അടുത്ത എന്താണ്? കിങ് ക്ലോസർ, ലെങ്ത്തിന് പകുതിയും വിഡ്ത്തിനും പകുതി കട്ട് ചെയ്ത് മാറ്റാണ്. അതുപോലെ തന്നെ ബിവൽഡ് ക്ലോസർ എന്ത് പറഞ്ഞു? വിഡ്ത്ത് ഹാഫാണ്. എവിടെ നിന്ന് നല്ല നോയ്സ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ആക്കാം കേട്ടോ. വിഡ്ത്തിന് പകുതി കട്ട് ചെയ്യാണ്, ബട്ട് എന്താണ് ഫുൾ ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ മിഡ് ക്ലോസർ എന്താണ്? ലെങ്ത്തിൽ നിന്ന് 45 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നു, ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. അടുത്ത ബാറ്റ് പറഞ്ഞു, ലെങ്ത്തിന് അക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 3 ടൈപ്പ് ബാറ്റുകൾ നമ്മൾ പറഞ്ഞു. എന്താണ്? ക്വാർട്ടർ ബാറ്റ്, ഹാഫ് ബാറ്റ് ആൻഡ് 3/4 ബാറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്താണ് ബുൾ നോസ്. എന്താണ്? ഒരു റൗണ്ട് ആംഗിളിലായിരിക്കും അതിൻ്റെ ഒരു എൻഡ് ഉണ്ടായിരിക്കുക, ഒരു കോർണർ ഉണ്ടായിരിക്കുക. അടുത്തത് പറഞ്ഞു എന്താണ്? ബിവൽഡ് ബാറ്റ്. ഒരു സൈഡിൽ നിന്ന് ഹാഫ് ആയിരിക്കും ലെങ്ത്തിൻ്റെ ഹാഫ്, ഒരു സൈഡിൽ നിന്ന് ലെങ്ത്തിൻ്റെ 3/4 ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയാണ് നമുക്ക് വരുന്ന ബ്രിക്കിൻ്റെ എന്ത് സ്പെഷ്യൽ ടൈപ്സ്, അല്ലെങ്കിൽ നമ്മൾ ക്ലോസറുകളായിട്ട് യൂസ് ചെയ്യുന്ന ബ്രിക്കുകൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തെന്താണ്? പ്രിക്കോഷൻസ് വൈൽ ടേക്കൺ ഇൻ മേസൺറി. മേസൺറി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എന്താണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സിലബസിലുള്ള മെയിൻ പോയിൻ്റാണ്, ഒരെണ്ണം നോട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും നോട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. നോക്കിയാൽ എന്താണ്? പ്രിക്കോഷൻസ് വൈൽ ടേക്കൺ ഇൻ മേസൺറി. എന്താണ് ഫസ്റ്റത്തെ പോയിന്റ്? നോക്കിയേ, സോക്കിംഗ് ബ്രിക്സ്. എന്താ സോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ? സോക്ക് ചെയ്യുക, കുതിർത്തുക അല്ലേ? നമ്മളിപ്പോൾ ടൈലൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈൽ എന്ത് ചെയ്യും? ടൈല് നമ്മളൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് ടൈൽ എന്ത് ചെയ്യുക? നമ്മൾ ടൈലിട്ട് ഫ്ലോറിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ബ്രിക്സ് സോക്ക് ചെയ്യുക. സോക്ക് ബ്രിക്സ് ഇൻ ക്ലീൻ വാട്ടർ ഫോർ അറ്റ്ലീസ്റ്റ് ആൻ അവർ ബിഫോർ യൂസ്. എന്താണ്? 1 മണിക്കൂർ മുമ്പെങ്കിലും, നമ്മൾ ബ്രിക്ക് യൂസ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യണം? ബ്രിക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടാവണം. എസ്പെഷ്യലി വെൻ യൂസിങ് സിമെൻറ്റ് മോട്ടാർ. സിമെൻറ്റ് മോട്ടാർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? സിമെൻറ്റ് എന്താണ്? ഹീറ്റാണല്ലേ. അപ്പം എന്താ പ്രത്യേകത? കൂടുതൽ ചൂട് ആ ബ്രിക്കിലേക്ക് എഫക്റ്റ് ചെയ്യും. എന്താണ്? ഹീറ്റ്, മോട്ടാറിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും? ബ്രിക്കിലേക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ബ്രിക്കിലുള്ള എലമെൻസിന് നല്ലതല്ല. അതായത് ബ്രിക്ക് കൂടുതൽ ഹീറ്റ് കൂടുന്നത് എന്തല്ല? നല്ലതല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മാക്സിമം ബ്രിക്കിനെ സോക്ക് ചെയ്ത് വെച്ച് തണുപ്പിക്കാനായിട്ട് പറയുന്നത്.
ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? ബ്രിക്കിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം? എൻഷുർ ബ്രിക്സ് ആർ ഫ്രീ ഫ്രം വാട്ടർ സോളിബിൾ ക്ലോറൈഡ്സ് ഓർ സൾഫേറ്റ്സ് ആൻഡ് ദാറ്റ് ദേ അബ്സോർബ് no more than 20% of their weight of water. എന്താ പറയുന്നത്? വാട്ടറിൽ സോളിബിൾ ആവുന്ന ക്ലോറൈഡ്സോ അല്ലെങ്കിൽ സൾഫേറ്റ്സോ ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആണ് ഈ ബ്രിക്കിലെ വൈറ്റ് പാച്ചസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കോൺക്രീറ്റ് ബ്രിക്കിലെ വൈറ്റ് പാച്ചുകൾ അല്ലെങ്കിൽ വൈറ്റ് കളർ ആഷ് പോലുള്ള ഒരു സംഭവം ഈ കോൺക്രീറ്റ് ബ്രിക്കിലൊക്കെ കാണാൻ പറ്റും. കോൺക്രീറ്റ് ബ്ലോക്കുകൾ മനസ്സിലായോ? ഇഷ്ടികയല്ലാതെ നമ്മൾ മേസൺട്രിക്ക് യൂസ് ചെയ്യുന്നത്. അതിലൊരു വൈറ്റ് കളർ കുത്തുകളും സ്പോട്ടുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് ഇത് ക്ലോറൈഡ്സിന്റെയും സൾഫേറ്റ്സിന്റെയും കണ്ടന്റ് ആണ്. അത് ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, എന്താണ്? ആൻഡ് ദാറ്റ് ദേ അബ്സോർബ് നോ മോർ ദാൻ 20% ഓഫ് ദെയർ വെയ്റ്റ് ഇൻ വാട്ടർ. എന്താണ്? അവരുടെ വെയ്റ്റിലെ 20% ഓഫ് വാട്ടറിന് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? അബ്സോർബ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്ന ബ്രിക്ക് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ഇറഗുലർ ബ്രിക്സ്. എന്താണ്? ഇറഗുലർ ആയിട്ട് വരുന്ന ബ്രിക്സിനെ നമ്മൾ അത് ശരിക്കും ക്വാളിറ്റി ചെക്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിലാണ് ബ്രിക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണതിലാണ് വരിക. ഇറഗുലർ ബ്രിക്സ്. അവോയ്ഡ് യൂസിങ് ഇറഗുലർ ഷേപ്പ്ഡ് ബ്രിക്സ് ആസ് ദേ ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് വാൾ ക്വാളിറ്റി. അതായത് വോളിൻ്റെ ക്വാളിറ്റീനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഇറഗുലർ ആയിട്ടുള്ള ബ്രിക്സിനെ ഒഴിവാക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഈ ബ്രിക്ക് ബാറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ എന്താണ്? ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതാണ് ഇംഗ്ലീഷ് ബോണ്ടിന് കൂടുതൽ സ്ട്രെങ്ത് വരാനായിട്ടുള്ള കാരണം നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൽ കൂടുതൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫുൾ ബ്രിക്കുകളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ സൈസ് ബ്രിക്കുകളാണ് ചൂസ് ചെയ്യുന്നത്. ഫ്ലെമിഷ് ബോർഡിൽ എന്താണ്? നമ്മൾ ബ്രിക്ക് ബാറ്റുകളും അതുപോലെ ക്ലോസറുകളും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെങ്ത് കുറയാനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള ബ്രിക്കുകൾ അല്ലെങ്കിൽ ഫുൾ സൈസ് അല്ലാത്ത ബ്രിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? വോളിൻ്റെ സ്ട്രെങ്ത് കുറക്കുക അല്ലെങ്കിൽ ക്വാളിറ്റീനെ കുറയ്ക്കുന്ന ഒന്നാണ്. അപ്പോൾ മാക്സിമം ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിലുള്ള ബ്രിക്കുകൾ ഒഴിവാക്കുക. അടുത്ത എന്താണ്? മോട്ടാർ മിക്സ്. എന്തായിരിക്കണം? ഇപ്പോൾ നമ്മൾ പറഞ്ഞു മോട്ടാർ കറക്റ്റ് റേഷ്യോയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടതെന്ന്. യൂസ് ദി കറക്റ്റ് സിമെൻറ്റ് ടു വാട്ടർ റേഷ്യോ ഫോർ ദി സിമെൻറ്റ് മിക്സ് ആൻഡ് യൂസ് ഇറ്റ് വിത്തിൻ 30 minutes ഫോർ മിക്സിങ്. എന്താണ്? മിക്സ് ചെയ്ത് വെച്ച് 30 minutesനുള്ളിൽ എന്ത് ചെയ്യുക? മോട്ടാർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കോൺക്രീറ്റ് അല്ലെങ്കിൽ മോട്ടാർ മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അടുത്തത് വരുന്നത്? ജോയിൻറ്റ് തിക്നെസ്. എന്താ ജോയിൻറ്റ് തിക്നെസ്? എൻഷുർ ദ തിക്നെസ് ഓഫ് ദി മോട്ടാർ ജോയിൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ 2 to 2.5 cm. മോട്ടാർ തിക്നെസ് എത്ര വേണം? 2 തൊട്ട് 2.5 സെൻറ്റിമീറ്റർ വരെ എന്ത് വേണമെന്ന് പറയുന്നത്? 2 തൊട്ട് 2.5 സെൻറ്റിമീറ്റർ വരെ മോട്ടാർ ജോയിൻറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. വിത്ത് എ മിനിമം ഓഫ് 1 cm ഡിപ്പെൻഡിങ് ഓൺ ദി ബ്രിക്ക് സൈസ്. എന്താണ്? ബ്രിക്കിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എത്ര വരെ ആക്കാം? 1 cm വരെ. അതിൽ കുറയരുത് കേട്ടോ. മിനിമം 1 cm ആണ്. നിങ്ങളൊക്കെ എത്ര കൊടുക്കാറ്? എത്ര കൊടുക്കാറ്? കല്ലിനാണെങ്കിൽ 2-3 വരും ചിലപ്പോ.
നോർമൽ ഇഷ്ടികയോ? ലാറ്ററൈറ്റ് ആണെങ്കിൽ 1 ഇഞ്ച് ഉണ്ടാവും. ആ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ 2-ന്റെയും 2.5 ഇടയിലായല്ലോ. 2.54 അല്ലെങ്കിൽ 4.5 വരുന്നുണ്ടല്ലോ. അത് മിനിമം ആണ്, അതിന്റെ മുകളിലേക്ക് ഉണ്ടാവുള്ളൂ. ആ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മേസൺട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് കേട്ടോ. മേസൺട്രി എൻഡ് ആവാണ്. അടുത്ത് വരുന്ന ടോപ്പിക്കാണ് ആർച്ച്.